തന്റെ മുടി പെർഫെക്റ്റ് ആകുന്നതുവരെ ക്രഷ് തന്നെ ശ്രദ്ധിക്കില്ലെന്ന് ആ പെൺകുട്ടിക്ക് തോന്നി. അതുകൊണ്ട് തന്റെ ചുരുണ്ട മുടി എങ്ങനെയെങ്കിലും നിവർത്താൻ അവൾ ആഗ്രഹിച്ചു. അവൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും മുടി അവൾ ആഗ്രഹിച്ചതുപോലെ ആയില്ല. എന്നാൽ ഒരു ദിവസം അവൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ലൂസി തന്റെ മുടി സ്ഥിരമായി സ്ട്രെയിറ്റൻ ചെയ്തു എന്ന് ഒരു കൂട്ടുകാരി വന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ പെൺകുട്ടി ലൂസിയുടെ ക്ലാസ്സിലേക്ക് ഓടിച്ചെന്നു. ലൂസിയുടെ നിവർന്ന മുടി കണ്ടപ്പോൾ അവൾ അമ്പരന്നുപോയി. ലൂസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു മാജിക് സ്ട്രെയിറ്റ് പെർം ചെയ്തു. ഇതൊരു സാധാരണ പെർം അല്ല, സോളിലെ തന്നെ 1-ാം നമ്പറാണ്. പെൺകുട്ടി വേഗം അതിന്റെ അഡ്രസ് ചോദിച്ചെങ്കിലും അതിന് $20,000 ചിലവാകുമെന്നറിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി. വീട്ടിലെത്തിയ അവൾ തന്റെ സമ്പാദ്യമെല്ലാം എടുത്തു നോക്കി. എന്നാൽ എണ്ണി നോക്കിയപ്പോൾ $1000 പോലും തികയാനില്ലായിരുന്നു. തന്റെ മുടി സ്വപ്നം കണ്ടതുപോലെ ഒരിക്കലും ആകില്ലെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. ആ നിമിഷം ഭാഗ്യം അതിന്റെ മാജിക് കാണിച്ചു. അവൾ മുടി ശരിയാക്കാൻ ആഗ്രഹിച്ച ആ സലൂൺ സത്യത്തിൽ അവളുടെ സഹപാഠിയുടെ അമ്മയുടേതായിരുന്നു. അടുത്ത ദിവസം സഹപാഠിയോടൊപ്പം സലൂണിൽ ചെന്നപ്പോൾ ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മകന്റെ കാല് ഭേദമാകുന്നതുവരെ നീ അവനെ നോക്കുകയാണെങ്കിൽ നിന്റെ മുടി ഞാൻ സൗജന്യമായി സ്ട്രെയിറ്റൻ ചെയ്തു തരാം. പെൺകുട്ടിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ എപ്പോഴും സ്കൂളിൽ പോകാൻ വൈകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ആൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റു. പോകുന്ന വഴിയിൽ അവൾ അവനെ പരിചരിച്ചു. സ്കൂളിലെത്തിയ ശേഷവും അവൾ അവന്റെ കൂടെ തന്നെ നിന്നു. ദിവസാവസാനം അവൾ അവനെ വീട്ടിലാക്കുകയും ചെയ്തു. 20 ദിവസത്തെ പരിചരണത്തിന് ശേഷം ആൺകുട്ടി പൂർണ്ണമായും സുഖം പ്രാപിച്ചപ്പോൾ ആ അമ്മ തന്റെ വാക്ക് പാലിക്കുകയും പെൺകുട്ടിയുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്യുകയും ചെയ്തു. അവളുടെ നിവർന്ന മുടി കണ്ടപ്പോൾ സഹപാഠികളെല്ലാം അത്ഭുതപ്പെട്ടു. ഒടുവിൽ അവൾ തന്റെ ക്രഷിനോട് പ്രണയം തുറന്നു പറയാൻ ധൈര്യം സംഭരിച്ചപ്പോൾ അവൾ പരിചരിച്ച ആ ആൺകുട്ടിയുടെ മുഖം മാത്രമാണ് അവളുടെ മനസ്സിലേക്ക് വന്നത്. അവനെ നോക്കുന്നത് പ്രണയമായി മാറിയിരുന്നു. ഒടുവിൽ അവൾക്ക് തന്റെ പഴയ ക്രഷിനോട് പ്രണയാഭ്യർത്ഥന നടത്താൻ കഴിഞ്ഞില്ല.